തൃശൂർ DCC ഓഫീസിൽ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനെതിരെ ഒരു വിഭാഗം KSU പ്രവർത്തകർ കൊല്ലവിളി മുദ്രാവാക്യം മുഴക്കിയതിൽ നടപടിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. സംഘടനാ ചുമതലയുള്ള 2 ജനറൽ സെക്രട്ടറിമാരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചു. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ വാർത്ത പുറത്തുവിട്ടത് 24 ആണ്. ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് അനുജ. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ DCCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരായ KK ബാബു, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ എന്നിവർ അന്വേഷണ കമ്മീഷനാണ്. അല്പസമയം മുൻപാണ്, ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഗോകുൽ ഗുരുവായൂരിന്റെ KSUവിലെ മുറിയിലെ അദ്ദേഹത്തിന്റെ ബോർഡ് അടക്കം പ്രവർത്തകർ അടിച്ചു തകർത്തത്. കഴിഞ്ഞ ദിവസം ഗോകുൽ ഗുരുവായൂർ പരസ്യമായി ഒരു KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയെ അസഭ്യം വിളിക്കുന്ന ഓഡിയോ പുറത്തു വന്നിരുന്നു. ഇതിൽ നടപടി എടുക്കണമെന്ന ആവശ്യമാണ് പ്രവർത്തകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് KSUവിന്റെ ഒരു സമരമുണ്ടായിരുന്നു. അതിന് മുന്നോടിയായി പ്രവർത്തകരെല്ലാവരും ഓഫീസിലെത്തിയപ്പോഴായിരുന്നു ഈ ഒരു പ്രതിഷേധം അരങ്ങേറിയത്. എന്തായാലും ഈ ഒരു പ്രതിഷേധം വീണ്ടും തുടർന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു നടപടിക്ക് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനകം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകണം. കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്ന മുദ്രാവാക്യമാണ് പ്രവർത്തകർ മുഴക്കിയത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.